സുമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഹരിയങ്കളും നന്ദനും കൂടി അരുന്ധതിയുടെ വീട്ടിൽ ചെന്ന് ഋഷിയെ കൈയോടുകൂടി പിടിക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും അരുന്ധതിയെ കണ്ടിട്ട് ഹരിയങ്ങൾ പോയതും ഹരിയങ്ങളിന് നല്ല സംശയം തോന്നുന്നുണ്ട്. കാരണം പ്രഭാവതി പറഞ്ഞതുപോലെയുള്ള ടെൻഷനോ വിഷമോ ഒന്നും അരുന്ധതിക്ക് കാണാത്തതുകൊണ്ട് തന്നെ അത് അരുന്ധതിയോട് നേരിട്ട് ചോദിക്കുമ്പം അരുന്ധതി പറയണത് എല്ലാവരുടെയും വിഷമങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ സാറെന്നാണ് പറയണത്. പക്ഷേ ഹരിയങ്കളിനാണെങ്കിൽ അതൊട്ടും വിശ്വാസമാവില്ല. പിന്നീട് അരുന്ധതി മുകളിലോട്ട് പോണ സമയത്ത് ഭയത്തോടു കൂടിയാണ് തിരിഞ്ഞു നോക്കി പോണത്. അതെല്ലാം ഓർക്കുമ്പം ഹരിയങ്കളിന് മനസ്സിലാവുന്നുണ്ട് ഇതിലെന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ടെന്ന്. പിന്നീട് ചന്ദ്രോത്തേക്ക് വന്നിട്ട് ഹരിയങ്കൾ പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും ഞാനിന്ന് അരുന്ധതിയുടെ വീട്ടിൽ പോയി എന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അരുന്ധതി എന്നിട്ട് എന്താ പറഞ്ഞ ഹരിയേട്ടാന്ന് ചോദിക്കുമ്പം എനിക്ക് മൊത്തത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ നല്ല സംശയമുണ്ട് പ്രഭ പറഞ്ഞതുപോലെയുള്ള ഒരു വിഷമോ സങ്കടമോ അതുപോലെ ടെൻഷനോ മകനെ കാണാത്ത ആദ്യമൊന്നും അവരുടെ മുഖത്തോ പ്രവൃത്തിയിലോ ഞാൻ കണ്ടില്ല. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ഹരിയേട്ടാ, അന്ന് അരുന്ധതി ഇവിടെ വന്ന് ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടായി. അന്ന് അരുന്ധതിക്ക് നല്ല ടെൻഷനും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നീടല്ലേ ഋഷി മരിച്ച കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞത്. എന്തായാലും അരുന്ധതിക്ക് നല്ല സങ്കടം ഉണ്ടാവും, ആകെ ഒരേ ഒരു മകനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരിയങ്ങൾ പറയുന്നുണ്ട്, നന്ദൻ പറഞ്ഞതോ നമ്മൾ അറിഞ്ഞതോ ഒന്നും അല്ല സത്യങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. അതാ ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. ശരിക്കും ഈ ഋഷി മരിച്ചു എന്ന് നന്ദൻ പറയണത് സത്യമാണോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും നന്ദനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് മറവ് ചെയ്യാനോ കൊല്ലാനോ ചുവന്നുകൊണ്ട് പോകാനോ ഒന്നും സാധിക്കില്ല. നന്ദനെ ആരോ സഹായിച്ചിട്ടുണ്ട്. അതാരാന്നുള്ളത് പ്രഭയ്ക്കും അറിയാം. പ്രഭയും അത് മറച്ചു വയ്ക്കുക. ആ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. എന്നിട്ട് ഈ ഹരിയങ്ങൾ എനിക്കൊന്ന് നന്ദനെ കാണണം എന്ന് പറയുമ്പം അതിനെന്താ ഹരിയേട്ടൻ നന്ദനെ കണ്ടോ, എന്നാൽ പ്രഭ നന്ദനെ ഒന്ന് വിളിച്ചതെന്ന് പറയണു. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ നന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ പ്രഭാവതി ചെന്നിട്ട് പറയുന്നുണ്ട്, ഹരിയേട്ടൻ വന്നിട്ടുണ്ട്, നിന്നെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം ഇനി എന്തിനാ ഹരിയങ്ങളിനോട് ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞില്ലേ, പിന്നെ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഹരിയങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നിന്നോട് ചെല്ലാൻ പറഞ്ഞേ. എന്തായാലും നന്ദ, നീ എല്ലാ സത്യങ്ങളും ഹരിയേട്ടനോട് തുറന്നു പറ. അന്ന് ഋഷി മരിച്ചു എന്ന് മാത്രമല്ലേ നിനക്കറിയുള്ളൂ. ഋഷീനെ കുഴി വെട്ടി കുഴിച്ചിട്ടതൊന്നും നീയല്ലല്ലോ. ആ സത്യങ്ങളൊക്കെ ഹരിയേട്ടനോട് പറഞ്ഞാലേ നിൻ്റെ കാര്യത്തിൽ ഹരിയേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഹരിയേട്ടൻ നീ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഋഷിയെ ചുമന്നുകൊണ്ട് പോകാനും അതുപോലെ ഒരു കുഴി വെട്ടി ഋഷിയെ കുഴിച്ചിടാനും സാധിക്കില്ല എന്നുള്ള കാര്യം ഹരിയേട്ടനൊക്കെ അറിയാം. അത് ഹരിയേട്ടൻ പറയുകയും ചെയ്തു. ഹരിയേട്ടൻ അറിഞ്ഞതോ നീ പറഞ്ഞതോ ഒന്നും അല്ല സത്യങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് എന്തോ സത്യങ്ങളുണ്ടെന്ന് ഹരിയേട്ടന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നീ നടന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഹരിയേട്ടനോട് പറയണം, എന്നാലേ നിന്നെ രക്ഷിക്കാൻ ഹരിയേട്ടന് സാധിക്കുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഋഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഋഷി അടുത്ത് എന്നിട്ട്, ഋഷി ഇപ്പോൾ ഇത് നിർത്തിക്കൊള്ളണം എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഈ പറയണേ, അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പ്രഭാവതിയുടെ ബന്ധുവായിട്ടുള്ള ആ ഒരു ജഡ്ജി ഇല്ലേ ഹരികൃഷ്ണൻ, അയാളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, നിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന്. അന്നേരം ഋഷി പറയുന്നുണ്ട്, അയാൾ എന്തിനാ എൻ്റെ കാര്യങ്ങൾ ചോദിക്കണേന്ന് ചോദിക്കുമ്പം അയാൾ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നത്, അല്ലാണ്ട് അയാൾ ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല. പിന്നെ പ്രഭാവതി നിന്നെ കാണാനില്ല എന്നുള്ള ആ ഒരു കാര്യം അയാളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അയാൾ എന്നോട് തിരിച്ചും മറിച്ചും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നും പറഞ്ഞു. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ, എനിക്കതിനെ എതിർക്കാൻ പറ്റുമോ, ഞാൻ സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ഇനി അത് കൂടുകയുള്ളൂ. അയാളിൽ നിന്ന് നമുക്കൊന്നും മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. ഒരുപാട് പ്രതികളെയും വാദികളെയും കണ്ടിട്ടുള്ള ഒരു ജഡ്ജി അയാളെന്ന്. അത് കേട്ടതും ഋഷി പറയുന്നുണ്ട്, അയാളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്, എന്തായാലും നമ്മളുടെ പ്ലാനൊക്കെ പൊളിയെന്ന് തോന്നണമല്ലോ അമ്മയെന്ന് പറയുമ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ കെവിൻ്റെ ഇസബല്ലയുടെയും വർത്താനം കേട്ട് നീ നിൽക്കാതെ എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞ് ഈ പ്രശ്നങ്ങളെ അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെ അരുന്ധതി ദേഷ്യപ്പെട്ടുകൊണ്ട് പോയതും ഋഷിയാണെങ്കിൽ ഫോണെടുത്ത് കെവിനെ വിളിക്കുന്നുണ്ട്. കെവിൻ കോൾ അറ്റൻഡ് ചെയ്തതും എന്താ ഋഷി എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ കെവിൻ അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ വരണം, കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ആ സമയം കെവിനാണെങ്കിൽ ഒന്നും കൂടി പേടിയാവുന്നുണ്ട്. കാരണം അന്നേരം ശാരിക കെവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കെവിന് ഓർമ്മ വരുന്നുണ്ട്. പിന്നീട് ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് കെവിൻ ഫോൺ കട്ട് ചെയ്തിട്ട് അരുന്ധതിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് കാറിലേക്ക് കയറുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ ഹരിയങ്കളിന് ഫോൺ ചെയ്യാണ്. അങ്ങനെ ഹരിയങ്കൾ ഫോൺ എടുത്തതും എന്താ മോളേന്ന് ചോദിക്കുമ്പം അങ്കിൾ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഒന്നും മനസ്സിലാവണില്ല മോളെ,
മൊത്തത്തിൽ ആരും പറയണത് വിശ്വസിക്കാൻ പറ്റണില്ല. നന്ദൻ പറഞ്ഞ കാര്യങ്ങളും സത്യമാണെന്ന് എനിക്ക് തോന്നണില്ല. അതിലെന്തൊക്കെയോ അപാകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, നന്ദൻ ഒറ്റയ്ക്ക് ഋഷിയെ പൊക്കിക്കൊണ്ട് പോകാനുള്ള ശക്തിയില്ല. അതുമാത്രമല്ല, ഒറ്റയ്ക്ക് ഒരാളുടെ ബോഡി കുഴി വെട്ടി കുഴിച്ചിടാനും പറ്റില്ല. ഇതിന് സഹായത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ നന്ദൻ പറയണത് നന്ദൻ ഒറ്റയ്ക്കെല്ലാം ചെയ്തതെന്നാ. പിന്നെ എനിക്ക് അരുന്ധതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായ കാര്യം, ഒരു മകനെ കാണാനില്ലാത്ത വിഷമമൊന്നും അരുന്ധതിയുടെ മുഖത്തോ ഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും ഞാൻ കണ്ടില്ല. അതിനെക്കുറിച്ച് അരുന്ധതിയോട് ചോദിച്ചപ്പോഴൊക്കെയും അരുന്ധതി അത്ര താല്പര്യമില്ലാത്ത പോലെ എന്നോട് സംസാരിച്ചത്. പിന്നെ അരുന്ധതി അവിടെ ഒറ്റയ്ക്കാ താമസമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ മറ്റാരോ ഉണ്ട്. ഇനി നമ്മൾ കേട്ടതൊന്നും അല്ല സത്യം, വേറെ എന്തോ സത്യങ്ങൾ നമ്മൾ കണ്ടെത്താനുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ നമ്മൾ സത്യങ്ങളെല്ലാം കണ്ടെത്തുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലോട്ട് വരാണ്. അങ്ങനെ കെവിൻ വന്ന് ഡോർ ബെല്ലടിച്ചതും അരുന്ധതി എന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അരുന്ധതിയെ കണ്ടതും കെവിൻ വേഗം തന്നെ അകത്തേക്ക് കയറിയിട്ട്, എന്താ ആൻറ്റി പ്രശ്നം, ഇവിടെ ആരാ വന്നു എന്ന് പറഞ്ഞിരുന്നു ചോദിക്കുമ്പം, അതുണ്ടല്ലോ ഒരു ജഡ്ജുണ്ട് ഹരികൃഷ്ണൻ, അയാൾ പ്രഭാവതിയുടെ അടുത്ത ബന്ധുവാണ്, അയാൾ ഇവിടെ വന്നിരുന്നു, ഋഷിനെ കാണാനില്ലാത്തതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. പിന്നീട് എൻ്റെ മുഖത്ത് സങ്കടമൊന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞു. പ്രഭാവതി എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോണേന്നൊന്നും പറയാൻ പറ്റില്ല. അയാളിവിടെ വന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഇപ്പം നന്ദനെ കെണിപ്പെടുത്താൻ പോയിട്ട് കെണിപ്പെടാൻ പോണത് നിങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേന്ന്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, അതിന് അയാൾ വേറെ എന്തെങ്കിലും പറഞ്ഞോ ആൻറ്റി എന്ന് ചോദിക്കുമ്പം അയാൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഈ ഋഷിയെ കാണാനില്ലാത്തതിൻ്റെ കേസ് അന്വേഷണമൊക്കെ എവിടം വരെ ആയെന്ന് ചോദിച്ചപ്പം അതൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അയാൾ പറയണത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ അയാൾക്ക് ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവരുടെ കയ്യിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് അന്വേഷണം ഊർജിതമാക്കാമെന്നാണ്. അതിൽ നിന്നൊക്കെ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നന്ദൻ ഋഷിയെ കൊന്നു എന്നുള്ള കാര്യം നന്ദൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ജഡ്ജിനെ അവർ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം, അയാൾ നിസ്സാരക്കാരനൊന്നുമല്ല. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ കൈവിട്ട് പോകുമല്ലോ ആൻറ്റി, അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം നന്ദൻ പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചന കിട്ടിയായിരുന്നു. നന്ദൻ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന്. അതുമാത്രമല്ല, നന്ദൻ ഒറ്റയ്ക്ക് ഒരാളെ കുഴിച്ചിടാനുള്ള കഴിവില്ല എന്നും അവർക്ക് സംശയമുണ്ട്. അത് കാരണം നന്ദൻ ഞങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ക്രമേണ ഞങ്ങളുടെ പേരും പുറത്തു വരാൻ സാധ്യതയുണ്ട്. കുരുക്ക് എൻ്റെ നേരെ വരുന്നതെന്ന് എനിക്ക് തോന്നണേന്ന് കെവിൻ പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, നിനക്ക് മാത്രമല്ല ഇതെല്ലാവരെയും ബാധിക്കും. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കാൻ പോണത് ഋഷിയെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നാടകം അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. ആ സമയത്ത് ഋഷിയാണെങ്കിൽ ഇങ്ങനെ ആകെ എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയെ തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിയങ്കളാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട്, നന്ദ നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ശരിക്കും നീ ഋഷിയെ കൊന്നു എന്ന് പറഞ്ഞതും ഞാൻ വിശ്വസിച്ചിട്ടില്ല. നിനക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നിനക്ക് കൂട്ടിന് വേറെ ആരോ ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്, അതെനിക്ക് മനസ്സിലായി. നിനക്കത് തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ നീ പറയുമെന്ന് പറയുമ്പം നന്ദനാണെങ്കിൽ പറയുന്നുണ്ട്, അതെങ്കിലേ ഞാൻ ഋഷിയെ കൊന്നേ ഉള്ളൂ, കുഴിച്ചിട്ടത് ഞാനല്ല, പിന്നെ ആരാ കുഴിച്ചിട്ടതെന്ന് ചോദിക്കുമ്പം അത് കെവിനാ. കെവിൻ വേറെ ആരോ കൂട്ടിയാണ് കുഴി വെട്ടി ഋഷിയെ കുഴിച്ചിട്ടതെന്ന്. അന്നേരം ഈ ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നന്ദൻ അടിച്ചപ്പോൾ ഋഷി മരിച്ചു എന്ന് ഉറപ്പാണോ? അന്നേരം നന്ദൻ പറയുന്നുണ്ട്, കെവിനാ പറഞ്ഞത് ഋഷി മരിച്ചു എന്ന്. അപ്പം നന്ദൻ നേരിട്ട് ഋഷിയുടെ ബോഡി കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ലെങ്കിലേ ഞാൻ കണ്ടില്ല എന്ന് പറയണം. അപ്പോൾ കെവിൻ പറഞ്ഞതനുസരിച്ചാണോ ഋഷി കൊല്ലപ്പെട്ടു എന്ന് നന്ദൻ ധരിച്ചേക്കണേന്ന് ചോദിക്കുമ്പം അതേ അങ്കിളെ, കെവിനാ എന്നോട് പറഞ്ഞത് ഋഷി മരിച്ചു എന്ന്. അതുമാത്രമല്ല, ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞപ്പം കെവിൻ എന്നെ ചെല്ലാൻ അനുവദിച്ചില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ കെവിൻ തന്നെ ചെയ്തോളാമെന്നും പറഞ്ഞ് കെവിൻ തന്നെ ആളെ കൂട്ടി ഋഷിയെ കുഴിച്ചിട്ടതെന്ന്. അത് കേട്ടതും ഹരിയങ്കളിന് കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആവുന്നുണ്ട്. എന്നിട്ട് ഹരിയങ്കൾ പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊരു സ്ഥലം വരെ പോകാം, ഇന്ന് തന്നെ ഈ ഋഷിയുടെ കാര്യത്തിലൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കണം എന്ന് പറയുമ്പം നന്ദൻ ചോദിക്കുന്നുണ്ട്, എവിടെ പോകാനാ അങ്കിളേന്ന് ചോദിക്കുമ്പം വേറെ എങ്ങുമല്ല, ഋഷിയുടെ വീട്ടിലോട്ട് തന്നെ നമുക്ക് പോകണം. അവിടെ ചെന്ന് നന്ദന് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടും. അതോടുകൂടി നന്ദൻ്റെ ടെൻഷനും മാറും, പ്രഭയുടെയും സിദ്ധുവിൻ്റെ എല്ലാവരുടെയും ടെൻഷനും മാറും. ഈ ഋഷി കേസിന് ഒരു തീരുമാനമാവുന്നു. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, ഇല്ലെങ്കിലേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഒന്നാമതേ ഞാൻ അവരുടെ മകനെ കൊന്നു, പിന്നെ ഞാൻ എങ്ങനെ അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമെന്ന് ചോദിക്കുമ്പം അതൊന്നും നീ ഇപ്പോൾ ചിന്തിക്കണ്ട, എന്തായാലും നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുമ്പം നന്ദൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മേ ശരിക്കും ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുമ്പം ഹരിയേട്ടനല്ലേ പറഞ്ഞു, അതുകൊണ്ട് മോൻ ടെൻഷൻ ആവണ്ട, പോയിട്ട് വാന്നും പറഞ്ഞ് പ്രഭാവതി
അനുവാദം കൊടുത്തതും നന്ദൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയുടെ വീട്ടിലേക്ക് നന്ദനും ഹരിയങ്ങളും കൂടി ചെല്ലാണ്. അങ്ങനെ ഹരിയങ്ങൾ ഡോർബെല്ല് അടിച്ചതും ഈ അരുന്ധതി വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ഈ സമയത്ത് അരുന്ധതി വിചാരിക്കുന്നത് കെവിൻ പോയിട്ട് തിരിച്ചു വന്നതാണെന്ന് കരുതിയാണ് ഡോറ് തുറക്കുന്നത്. അന്നേരം അരുന്ധതിയുടെ അടുത്തായിട്ട് തന്നെ നമ്മളുടെ ഋഷി നിൽക്കുന്നുണ്ട്. അരുന്ധതി ഡോറ് തുറന്നതും കാണുന്നത് ഹരിയങ്കിളിനെയാണ്. ആ സമയത്ത് ഋഷിയാണെങ്കിൽ അകത്തുനിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, അമ്മേ കെവിൻ പോയില്ലേ, കെവിനാണോ തിരിച്ചു വന്നതെന്ന്. ആ സംസാരം ഹരിയങ്കളും നന്ദനും കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടതും നന്ദന് ഇത് ഋഷിയുടെ സൗണ്ടാണല്ലോ, ഋഷി ഉണ്ട് ഇവിടെ എന്നുള്ള ഇതിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അകത്തേക്ക് നോക്കുമ്പം ഋഷി അവിടെ നിൽക്കുന്നത് ഹരിയങ്കളും നന്ദനും കാണുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ ഇവരോട് എന്ത് പറയണമെന്ന് അറിയാതെ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുമ്പം വേഗം തന്നെ നന്ദനെയും കൈ പിടിച്ചുകൊണ്ട് ഹരിയങ്കൾ വീടിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇവർ കയറി തന്നെ കാണുന്നതും നമ്മളുടെ ഋഷിയാണെങ്കിൽ സ്റ്റെയർ കയറി മുകളിലോട്ട് ഓടുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അരുന്ധതിയുടെയും ഋഷിയുടെയും അതുപോലെ കെവിൻ്റെയും ഇസബല്ലയുടെയും എല്ലാ കള്ളത്തരങ്ങളും ഹരിയങ്ങളായിട്ട് തന്നെ പൊളിച്ചെടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.